നമസ്കാരം. ഇന്നത്തെ ഈ ഒരു വിവരങ്ങളിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അത്ഭുതം എന്ന് തന്നെ പറയാമല്ലേ. ലോകത്തിലെ ഏറ്റവും മുന്തിയ ഒരു യുദ്ധവിമാനം ബ്രിട്ടന്റെ F-35B രണ്ടാഴ്ചയായി നമ്മുടെ കേരളത്തിൽ ഒരു എയർപോർട്ടിൽ മഴ നനഞ്ഞ് കിടക്കുന്നു. അതെ, സംഭവം അതാണ്. ഔദ്യോഗികമായി പറയുന്നത് മോശം കാലാവസ്ഥ, പിന്നെ ഇന്ധനം തീർന്നു എന്നൊക്കെയാണ്. പക്ഷെ ഇത്രയും വിലപിടിപ്പുള്ള ഒരു സാധനം ഇത്രയും നാളായിട്ട് ഇവിടെ തന്നെ കിടക്കുന്നു എന്ന് പറയുമ്പോൾ ആ വിശദീകരണം എന്തോ ഒരു കുറവുണ്ടല്ലേ? തീർച്ചയായും ആ പറയുന്ന കാരണങ്ങളിൽ തന്നെ ഒരു യുക്തിക്കുറവ് കാണാം. ശരി, കാലാവസ്ഥ മോശമായിരുന്നിരിക്കാം. പക്ഷേ വെറും 100 കിലോമീറ്റർ അപ്പുറം അറബിക്കടലിൽ ഇവരുടെ സ്വന്തം വിമാനവാഹിനി കപ്പലുണ്ട്. ശരിയാണ്, HMS ക്വീൻ എലിസബത്ത്. അതെ, അതുമാത്രമല്ല വേറെയും നാറ്റോ സപ്പോർട്ട് കപ്പലുകളുമുണ്ട്. അപ്പോ അതെല്ലാം ഒഴിവാക്കി എന്തിനാണ് നാറ്റോയിൽ ഇല്ലാത്ത ഇന്ത്യയിൽ, അതും ഒരു സാധാരണ സിവിലിയൻ എയർപോർട്ടിൽ വന്നിറങ്ങിയത്? അതും ശരിയാണ്. തൊട്ടടുത്ത എയർഫോഴ്സ് സ്റ്റേഷൻ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അവിടെ അരങ്ങാർ ഇവിടെ വന്നു. പോരാത്തതിന് ആ വിമാനം ഹാങ്ങറിലേക്ക് മാറ്റരുത്, ആരും തൊടരുത് എന്നൊക്കെ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. അപ്പം സംശയങ്ങൾ കൂടുക. ഇപ്പോൾ ഏറ്റവും പുതിയൊരു വാർത്തയുണ്ട്. UK-യിൽ നിന്ന് ഒരു 40 അംഗ ടെക്നിക്കൽ ടീം വരുന്നുണ്ട്. അതില് ലോക്ഹീഡ് മാർട്ടിൻ, അതായത് വിമാനമുണ്ടാക്കിയ കമ്പനിയുടെ ആൾക്കാരുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. ലോക്ഹീഡ് മാർട്ടിൻ തന്നെ നേരിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ വെറുതെ എണ്ണയടിക്കാനോ ചെറിയൊരു സ്ക്രൂ ടൈറ്റ് ചെയ്യാനോ അവർ വരില്ലല്ലോ. ഒരിക്കലുമില്ല. അതായത് ഇതൊരു നിസ്സാര പ്രശ്നമല്ല. നമുക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് ഒരുപക്ഷെ വിമാനത്തിന്റെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അതിന്റെ എൻക്രിപ്റ്റഡ് ഡേറ്റ ലോക്കുകൾ. എൻക്രിപ്റ്റഡ് ഡേറ്റ ലോക്ക് എന്ന് പറഞ്ഞാൽ അതായത് വിമാനത്തിലെ ഏറ്റവും സെൻസിറ്റീവായ വിവരങ്ങൾ, രഹസ്യങ്ങളൊക്കെ പൂട്ടിവെക്കുന്ന ഡിജിറ്റൽ സംവിധാനങ്ങൾ, അല്ലെങ്കിൽ പിന്നെ അതിന്റെ സ്റ്റെൽത്ത് ഹാർഡ്വെയർ, റഡാറിൽ പെടാതിരിക്കാനുള്ള ടെക്നോളജി, അതുമായി ബന്ധപ്പെട്ട എന്തോ വലിയ പ്രശ്നമാണ്. ഓഹോ. F-35 പോലത്തെ വിമാനങ്ങൾക്ക് ഭയങ്കര സെക്യൂരിറ്റിയാണ്. പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഒരു സൈബർ ശ്രമം നടന്നാൽ വിമാനം സ്വയം ലോക്കാകുന്ന സിസ്റ്റംസ്, ഫേംവെയർ ലോക്ക് ഉണ്ടാകാം. സ്വയം പൂട്ടിക്കളയുമോ? അതെ, ഒരു പ്രതിരോധം എന്ന നിലയ്ക്ക്. അപ്പോ ബ്രിട്ടീഷ് ടെക്നീഷ്യന്മാർക്ക് മാത്രം ഇത് ശരിയാക്കാൻ പറ്റുന്നില്ല. ലോക്ഹീഡ് മാർട്ടിൻ തന്നെ വരണം എന്ന് പറയുമ്പോഴേ കാര്യം ഗുരുതരമാണെന്ന് ഉറപ്പിക്കാം. അപ്പൊ ഈ പുറത്തുനിന്നുള്ള ഇടപെടൽ അതെന്തായിരിക്കാം? വല്ല സൈബർ അറ്റാക്ക് ശ്രമമോ ആയിരുന്നോ? പിന്നെ എന്തുകൊണ്ടാണ് ഈ സിവിലിയൻ എയർപോർട്ട് സൈനിക താവളമല്ലേ സേഫ്? അതാണ് അടുത്ത ചോദ്യം. ഇവിടെയാണ് നമുക്ക് കിട്ടിയ വിവരം കുറച്ചുകൂടി സങ്കീർണമാകുന്നത്. ഇതൊരു ഓട്ടോമാറ്റിക് എമർജൻസി ലാൻഡിംഗ് പ്രോട്ടോകോൾ ആകാം എന്നാണ് ഒരു സാധ്യത. ഓട്ടോമാറ്റിക് ലാൻഡിംഗ്? അതെ, അതായത് വിമാനത്തിന്റെ സിസ്റ്റം ഒരു വലിയ തകരാറോ ഒരു സൈബർ ഭീഷണിയോ അല്ലെങ്കിൽ ചിലപ്പോ പെർമിഷനില്ലാത്ത സ്ഥലത്ത് കേറിയെന്നോ തിരിച്ചറിഞ്ഞാൽ അത് സ്വയം അതിന്റെ മെയിൻ കൺട്രോളുമായുള്ള ബന്ധം വിടും. എന്നിട്ട് ഏറ്റവും അടുത്തുള്ള എന്നാൽ താരതമ്യേന സുരക്ഷിതമായ, അതായത് പട്ടാള പ്രാധാന്യം കുറഞ്ഞ, നിരീക്ഷിക്കാൻ എളുപ്പമുള്ള ഒരിടത്ത് ഒരു സിവിലിയൻ എയർപോർട്ടിൽ ഇറങ്ങാൻ അതിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാവാം. അതായത് പൈലറ്റ് തീരുമാനിച്ചതല്ല, വിമാനം സ്വയം തീരുമാനിച്ച് ലാൻഡ് ചെയ്യാൻ. ഒരു സാധ്യതയാണത്. വിമാനത്തിന്റെ സിസ്റ്റം പ്രതികരിച്ചതാവാം. പക്ഷേ ഇങ്ങനെ ഒരു ഓട്ടോമാറ്റിക് റെസ്പോൺസിന് മാത്രം എന്തുണ്ടായി? അതും ഇന്ത്യയും UK-യും ഒരുമിച്ച് അഭ്യാസം നടത്തുന്ന സമയത്ത്. നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ IACCS സിസ്റ്റം ഈ വിമാനത്തെ കണ്ടുപിടിച്ചുവെന്ന് ഔദ്യോഗികമായി പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, ആ പോയിന്റും നമ്മൾ കിട്ടിയ വിവരങ്ങളും തമ്മിൽ കണക്ട് ചെയ്യുമ്പോഴാണ് ചിത്രം കുറച്ചുകൂടി തെളിയുന്നത്. എങ്ങനെ? ഈ സ്രോതസ് പറയുന്നത് ഒരു സാധ്യത എന്താണെന്ന് വെച്ചാ, ഈ സംയുക്ത അഭ്യാസത്തിന്റെ മറവില് ഈ F-35 വിമാനം നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം, അതായത് IACCS എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പഠിക്കാൻ ശ്രമിച്ചിരിക്കാം. ഓഹോ, ചാരപ്പണിയോ? ചാരപ്പണിയെന്ന് പറയാമോന്നറിയില്ല. പക്ഷെ മറ്റുള്ളവരുടെ പ്രതിരോധ സംവിധാനങ്ങളെപ്പറ്റി പഠിക്കുന്നത് അതൊരു സാധാരണ സൈനിക തന്ത്രമാണ്. റഡാർ സിഗ്നല്, റെസ്പോൺസ് ടൈം ഒക്കെ മനസ്സിലാക്കാൻ. അപ്പോ സ്റ്റെൽത്ത് വിമാനമാണ്, റഡാറിൽ പെണില്ല എന്നൊക്കെ പറയുന്ന ഈ F-35നെ നമ്മുടെ IACCS കണ്ടുപിടിച്ചു, എന്നിട്ട് ലോക്ക് ഓൺ ചെയ്തു, അതായത് ടാർഗറ്റ് ചെയ്തു. ആ നിമിഷം ആ ലോക്ക് ഓൺ സിഗ്നൽ കിട്ടിയപ്പോൾ F-35ന്റെ സിസ്റ്റം അതിനെ ഒരു ഭീഷണിയായി കണ്ടു. പക്ഷേ ഒരു സൈബർ ഇന്റർഫറൻസ് ആയിട്ട് തെറ്റിദ്ധരിച്ചു. അതിന്റെ ഉള്ളിലെ ഒരു പ്രതിരോധ സംവിധാനം, ഒരു ഫേംവെയർ ലോക്ക് ഓണായി. എന്നിട്ട് വിമാനം എമർജൻസി മോഡിലായി. അതെ,
നേരത്തെ പറഞ്ഞ ഓട്ടോമാറ്റിക് പ്രോട്ടോകോൾ പ്രകാരം ഏറ്റവും അടുത്തുള്ള സിവിലിയൻ എയർപോർട്ടിലേക്ക് പറന്നു ലാൻഡ് ചെയ്തു. ഇതാണ് ആ സ്രോതസ് മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാന വാദം. ലോക്ഹീഡ് മാർട്ടിന്റെ വരവ് ഈ ടെക്നിക്കൽ പ്രശ്നത്തെ ശരിവെക്കുന്നുമുണ്ട്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഔദ്യോഗിക വിശദീകരണം പോരാ. ലോക്ഹീഡ് മാർട്ടിൻ വരുന്നത് കാണുമ്പോൾ വലിയൊരു ടെക്നിക്കൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പ്രശ്നമാണെന്ന് തോന്നുന്നു. ശരിയാണ്. അതിന് കാരണം ഒരുപക്ഷേ നമ്മുടെ സ്വന്തം എയർ ഡിഫൻസ് സിസ്റ്റം ഈ വിമാനത്തെ കണ്ടുപിടിച്ച് ലോക്ക് ചെയ്തതാകാം എന്നാണോ പറയുന്നത്? അതെ, ആ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അത് ഇന്ത്യയുടെ പ്രതിരോധശേഷിക്ക് കിട്ടുന്ന ഒരു വലിയ അംഗീകാരം കൂടിയാണ്. സ്റ്റെൽത്ത് വിമാനത്തെ വരെ കണ്ടെത്താനും ലോക്ക് ചെയ്യാനും പറ്റിയെന്ന് വരും. അത് ശരിയാണ്. തീർച്ചയായും അത് നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ കഴിവ് കാണിക്കുന്നുണ്ടാവാം. പക്ഷേ ഈ സംഭവം വേറൊരു വലിയ ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. അതെന്താണ്? ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഇതുപോലത്തെ ഓട്ടോണമസ് സിസ്റ്റംസും ഒക്കെ യുദ്ധത്തിലും സുരക്ഷയിലുമൊക്കെ ഇത്രയും പ്രധാനമാകുമ്പോൾ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ സിസ്റ്റം തന്നെ ഒരു തീരുമാനമെടുത്താൽ അതിന്റെ സുരക്ഷാ പ്രോട്ടോകോൾ പ്രകാരം അപ്പോൾ അവിടെ മനുഷ്യനായ പൈലറ്റിന് അല്ലെങ്കിൽ ഓപ്പറേറ്റർക്ക് ശരിക്കും എത്ര കൺട്രോൾ ഉണ്ടാവും? ശരിയാണ്. സിസ്റ്റം എടുക്കുന്ന തീരുമാനം എപ്പോഴും കറക്റ്റ് ആകുമോ? അതെ, അതൊരു പ്രധാനപ്പെട്ട ചിന്തയാണ്. ഒരുപക്ഷേ ഈ സംഭവം